ഒരു പുട്ടുകുറ്റിയോ 2 മുട്ടയുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റിലാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിതുപോലെ 2 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പകുതി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 സവാള നല്ലപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കണം. കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് വാറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയോ എന്തെങ്കിലും ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മുട്ടയിലേക്കും ഈ മസാല ആവുന്ന രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കണം. നമ്മളതിൽ കുറച്ച് ക്യാരറ്റ് മല്ലിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫസ്റ്റ് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നോർമൽ പുട്ടുപാത്രത്തിൽ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടിയൊക്കെ വെച്ചതിന് ശേഷം ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓവർ സമയമൊന്നും ആവശ്യമില്ല. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത്